കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം സ്പോൺസർഡ് ബൈ ലസാറോ അക്കാദമി പയ്യന്നൂർ ആൻഡ് മട്ടന്നൂർ, കോ സ്പോൺസർ ജർമ്മൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് KMG ഡെവലപ്പേഴ്സ്. ഇവരൊക്കെ ചേർന്നിട്ടാണ് കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഒരു കട്ടുറുമ്പാണ് എത്തിയിരിക്കുന്നത്. യെസ്, എന്തൊക്കെയാണ്? മികച്ച നടിയാണ് അൻഷിക ഗിരീഷ്, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം നാടകം. സുഖമായിരിക്കുന്നോ അൻഷിക? ഓക്കെ, നാടകത്തിൻ്റെ പേരെന്താണ്? നാടകം വല. വല എന്നാണ് നാടകത്തിൻ്റെ പേര്. യെസ്, നല്ല പേരാണല്ലോ വല. ഓക്കെ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഇതിൽ വരുന്നത്? കട്ടുറുമ്പ്, ചാത്തൻ, എലുമ്പൻ, കൊലുമ്പൻ, ഗൗളി അമ്മാവൻ, സരസമത്തേനീച്ച, കുഴിയാഞ്ചി. നാടകത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടി സംസ്ഥാന പോവാണല്ലേ? ശരി, അതിൽ മികച്ച നടി മോക്കന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മോളുടെ കഥാപാത്രത്തിന്റെ പേര് കട്ടുറുമ്പ് എന്നുള്ളതാണ്. അതിന്റെ ഇതിവൃത്തം എന്താണ്? അതിന്റെ ഉള്ളിലുള്ള എന്താണ്? എന്ത് കഥയെ ആസ്പദമാക്കിയിട്ടാണ് നടക്കുന്നത്? ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു കട്ടുറുമ്പാണ്. അപ്പം ഞാൻ കുഴിയാനച്ചക്കനുമായി പ്രേമത്തിലായി. എൻ്റെ ഉമ്മാനിയും ഉപ്പാനിയും ചാത്തൻ കൊന്നു. അപ്പം അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ. പിന്നെ പ്രേമത്തിലായി. എനിക്ക് കുഴിയാനച്ചക്കൻ മാത്രമായിരുന്നു ഉള്ളത്. അങ്ങനെ ലാസ്റ്റ് ചാത്തനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുവാണ് നമ്മൾ. ശരി, ഇങ്ങനെയാണ് ഇതിൻ്റെ കഥ പോയത് അല്ലേ? അങ്ങനെയാണ് വല എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. നല്ല രസമുള്ളതാണ്. ടീച്ചർ അവിടെ ഇപ്പോൾ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ 2 വർഷമായി. 2 വർഷമായോ? മാനേജ്മെന്റിന്റെ അടുക്ക 13 വർഷമായി. ഞാനിപ്പോ അവിടുത്തെ PR ആണ്. ഓക്കെ, ഒരുപാട് പേര് മത്സരത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പൊ 8 ഐറ്റംസ് തന്നെ നമുക്ക് സ്റ്റേറ്റിലേക്ക് കിട്ടി. അതിന് വലിയ സന്തോഷമല്ലേ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷത്തിലാണ്. ഇനിയും ഇന്ന് കുറെ ഐറ്റംസ് ഉണ്ട്. ഇനിയുണ്ട്. ഓക്കെ, രാവിലെ എത്തിയോ? ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ അൻഷികയുടെ അമ്മയാണ്. ഓക്കെ, അമ്മയുടെ പേരെന്താണ്? സിന്ധു. ഓക്കെ, ആള് നന്നായിട്ട് വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം ആക്ടിംഗ് ഒക്കെ, ഈ കള്ളക്കരച്ചിലൊക്കെ ചെയ്യാറുണ്ടോ? നമ്മളെ വീട്ടിൽ കളിയാക്കിട്ട് അഭിനേത്രി എന്ന് വിളിക്കുമല്ലേ? അങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി കള്ളക്കരച്ചിലൊക്കെ കഴിയുന്ന ഒരു ചില ആൾക്കാർക്ക്. അങ്ങനെയുണ്ടോ അൻഷിക? അഭിനയം. ഓക്കെ, യെസ്, അൻഷിക കൊടുത്തോളൂ. നമ്മള് ഈ അഭിനയത്തോട് എന്താണ് ഇങ്ങനെ ഒരു താല്പര്യം, അല്ലെങ്കിൽ എപ്പോഴാ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങിയത്? എപ്പോഴാണ്? പൊതുവേ എനിക്ക് ഡാൻസിനോട് വല്ലാത്തൊരു. ഡാൻസ് പഠിക്കുന്നുണ്ട്. സിനിമാറ്റിക് ആണോ? ക്ലാസിക്കൽ. ഓക്കെ, ശരി. അപ്പം അതിലെന്തായാലും ആക്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ആക്ടിങ് എന്ന് പറയുന്നത് എന്തോ ഒരു പാഷൻ പോലെയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് ആക്ടിങ്. ശരി, ഈ സ്ക്രീനിൽ തെളിയാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല? ഇല്ല. വെറും നാടകങ്ങൾ മാത്രമാണ് ചെയ്തത്. ബാലസംഘത്തിന്റെ വേനൽ തുമ്പിയിലെ 2 വർഷമായി തുമ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നാടകം പഠിപ്പിച്ചെന്നാരാണ്? ജിഷ്ണു മാഷാണ് ഇത് പഠിപ്പിച്ചെന്നിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്താണ്, ഒരു സിനിമാ താരം, അങ്ങനെ ഒരു നടി, അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹമുണ്ടോ? അങ്ങനെയൊക്കെ അവസരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അല്ലേ? ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ അഭിനയ കളരിയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ പലപ്പോഴൊക്കെ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു അഭിനയ കളരിയിൽ ഒന്ന് പങ്കെടുക്കണം. ഒരു നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളൊക്കെ അങ്ങനെ പഠിപ്പിക്കലല്ല, ഈ അഭിനയ കളരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഈ ഓസോൺ പാളി എന്ന് പറയുന്നത് പോലെ നമുക്ക് പുറകെ ഒരു ആവരണമുണ്ട്. ഈ ആവരണം പൊട്ടി കളയണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു അഭിനയ കളരിയിലൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 3 ദിവസത്തെ 4 ദിവസത്തേക്ക് ആയിട്ട് പങ്കെടുക്കണം കേട്ടോ. ഇനി അത് മത്സരത്തിലുണ്ട് അൻഷിക കുട്ടി? ഞാൻ മോണാക്ടിനുണ്ട്. അതെപ്പോഴാണ്? അതിന്ന് ഉച്ചക്ക് 3:30. ഉച്ചക്കാണ് തുടങ്ങുന്നത് അല്ലേ? ശരി, മോണോ ആക്ട്, പിന്നെ നാടകം, പിന്നെ എന്താണ്? ഇംഗ്ലീഷ് കിറ്റ് കഴിഞ്ഞു. ഫുൾ ബിസി തന്നെ. ഭരതനാട്യം ഉണ്ടായിരുന്നോ? പിന്നെ ഏതായിരുന്നു? ഫോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. സബ് ജില്ലയിൽ സെക്കൻഡ് ആയിരുന്നു. ശരി. വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പോൾ എന്താ മോക്ക് പറ്റുന്നൊക്കെ പഠിച്ചോളൂ എന്ന് പറയുന്നുണ്ടല്ലേ? ഓക്കെ, സ്കൂളിൽ നിന്ന് എങ്ങനെയുണ്ട് സപ്പോർട്ട്? ചെമ്പിലോടുന്ന് സ്കൂളൊക്കെ ഫുൾ സപ്പോർട്ടാണ്. വെരി ഗുഡ്. അപ്പൊ എന്തായാലും നടക്കട്ടെ. ഒരുപാട് നല്ല കലാകാരന്മാർക്കുള്ള സ്ഥലമാണ് നമ്മുടെ ഈ നാടകമൊക്കെ. നമ്മുടെ മാനേജർ വത്സമ്മഠത്തിൽ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. നാടകം മാത്രമല്ല, ഒപ്പന, തിരുവാതിര, സ്കൂൾ നടത്തുന്ന എല്ലാ ഐറ്റംസും 10-20ഓളം ഐറ്റംസ് 45 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ടാണ്. സാറൊക്കെ ശരിക്കും പറഞ്ഞാൽ കലയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കലാകാരന്മാർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ മാനേജിംഗ് കോർഡിനേറ്റർ ആണ്. അപ്പൊ എല്ലാ ഐറ്റംസും നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. പിന്നെ അതുപോലെ ഈ നാടകം പഠിപ്പിക്കുന്ന ജിഷ്ണു സാറ് എത്രയോ വട്ടം നമ്മളെ കാലിന്റെ അടുക്ക് വന്നതാണ്. എന്നിട്ട് നമ്മള് ഇവർക്ക് ആവില്ലായിരിക്കും. ഇവര് രാജീവ് ഗാന്ധി പോയിട്ട് അവര് കൊടുക്കാതുകൊണ്ട് ആ വാശിക്ക് നമ്മളെടുക്കുന്ന എടുക്കണം എന്ന് വിചാരിച്ചു. കുറെ ദിവസങ്ങൾ വേക്കിൽ നടന്നിട്ടാണ്
ഈ നാടകം എടുത്തത്. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചേയില്ല. അപ്പൊ ശരിക്കും ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് മാഷാണ്. മാഷ കൂടെ വേറെ 2 സാറന്മാരും കൂടി ഉണ്ട്. അതെ അല്ലേ, ശരി ശരി, ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ല, അവരെ കഠിന എന്ന് പറഞ്ഞാൽ രാവും പകലും ഇല്ലാണ്ട് ഇവരെ ഇതിനു വേണ്ടി പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. വെരി ഗുഡ്. അതുപോലെ കുട്ടികളും ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു മാഷിന്റെ അല്ലേ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരോടും സ്പെഷ്യൽ അന്വേഷണങ്ങളൊക്കെ പറയണം, എല്ലാവിധ ആശംസകളും നേരുന്നു. പറ അവരെല്ലാവരും പേര്. മിലൻ മാഷും കൂടി എല്ലാത്തിനും. ആരൊക്കെയായിരുന്നു? സബിമാഷ്, ആ പിന്നെ ജിതിൻ മാഷ്. ശരി ശരി. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ, സന്തോഷം. അപ്പോൾ നല്ലൊരു നടിയായി മാറട്ടെ, പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്പലൂർ ടീമും ആ വലിയ വത്സമഠത്തിലടക്കമുള്ള ഒരുപാട് ടീം അംഗങ്ങളുണ്ട്. വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും ഫാമിലി എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ഇങ്ങനെയൊക്കെ വീണ് കിട്ടുന്നൊരു ഭാഗ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കലാണ്. അപ്പോൾ ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല, നന്നായിട്ട് ചെയ്യുക, നല്ല അവസരങ്ങളൊക്കെ തേടി വരട്ടെ. നമ്മളെ കണ്ണൂരിൽ നിന്നൊക്കെ പിറവിയെടുത്ത മഞ്ജുവാര്യരെ പോലെയൊക്കെ അങ്ങനെയൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. സുന്ദരിയാണ് കേട്ടോ, ഓക്കെ, സന്തോഷം. അപ്പോൾ എന്തായാലും ജിജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പിയാണല്ലോ, മതി, കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് പറയണം, വത്സമഠ സാറിനോട് പറയണം, നിങ്ങളെ കണ്ണൂർ വിഷനിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ തന്നിരുന്നു എന്ന് പറയണം കേട്ടോ. താങ്ക് യു സോ മച്ച്.